എനിക്ക് എന്ത് കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂസാണ്, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല, ഇന്നത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. സ്പൈസി ഫുഡുകൾ, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ സമയത്തും ഈ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉണ്ടാവുന്നതാണ്. ധൃതി പിടിച്ച് ഭക്ഷണം കഴിച്ച് ഓടിപ്പോകുന്നതിന് പകരം കൃത്യസമയത്ത് എന്തെങ്കിലും കുറച്ച് ഭക്ഷണങ്ങൾ ഇരുന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര, ചീഫ് ഫിസിഷ്യൻ, ഭൂമി നാച്ചോ ക്യൂർ ആൻഡ് വെൽനസ്, കൂറ്റനാട്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായും ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ പ്രശ്നം. അപ്പോൾ ആരോട് ചോദിച്ചാലും അവർ പറയും എനിക്ക് എന്ത് കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂസാണ്, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല, ഇന്നത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഗ്യാസിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലെ എങ്ങനെ നമുക്കിത് പരിഹരിക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ചില ഫുഡുകളോടുള്ള അലർജി അല്ലെങ്കിൽ ഇൻടോളറൻസ് മൂലമാകാം, അല്ലെങ്കിൽ നമ്മുടെ ലിവർ കണ്ടീഷൻസ്, അല്ലെങ്കിൽ മറ്റ് തൈറോയിഡ് കണ്ടീഷൻസ്, കിഡ്നി കണ്ടീഷൻസ് എന്നിവ മൂലമെല്ലാം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരിയായ ഗട്ട് ബാക്ടീരിയ ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള കാരണം വഴിയും നമുക്ക് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. പിന്നെ ചിലരിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയിലുള്ള ക്രമക്കേടുകൾ മൂലം ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചിലർക്ക് മദ്യപാനം, അതുപോലെ തന്നെ പുകവലി, ഈ വക കാര്യങ്ങൾ മൂലവും അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്. ഇനി എന്താണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് രണ്ടും ഒന്നാണോ? ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലെ ലൈനിങ്ങിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതേസമയം അസിഡിറ്റി എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്ന ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം വരുമ്പോൾ തന്നെ, നമുക്ക് അസിഡിറ്റി കൂടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആൻറ്റാസിഡ് എടുത്ത് കഴിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ അസിഡിറ്റിക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്യാസിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആസിഡിൻ്റെ ലെവൽ കൂടിയത് കൊണ്ട് ആകില്ല, ചിലപ്പോൾ അത് കുറഞ്ഞത് കൊണ്ടും ആകാം. അപ്പോൾ അതിന് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്, ഹൈപ്പർ അസിഡിറ്റിയും അതുപോലെ തന്നെ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് ഈ ആസിഡിൻ്റെ ലെവല് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പുളിച്ചു തേട്ടലും അതുപോലെ തന്നെ മറ്റ് നെഞ്ചെരിച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷനിൽ കാണപ്പെടുന്നത്. അതേസമയം ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലും കാണപ്പെടുന്നത് ഈ ആസിഡിൻ്റെ ലെവൽ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ദഹനക്കുറവ്, അതുപോലെ തന്നെ മലബന്ധം, ഇതെല്ലാം അതിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഹൈപ്പർ അസിഡിറ്റി കൂടാനായിട്ടുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ വരുന്നതാണ് ഓവർ ഈറ്റിംഗ്. അതായത് കൂടുതലായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, അതുവഴി ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരക്ക് പിടിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവിടെയും ഹൈപ്പർ അസിഡിറ്റി കംപ്ലൈൻറ്റ് നമ്മൾ കാണുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ടാകും, അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഇത് ട്രിഗർ ചെയ്യാനായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്പൈസി ഫുഡുകൾ, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ സമയത്തും ഈ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉണ്ടാവുന്നതാണ്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ആണ്. ഓവർ വെയ്റ്റിൽ നമുക്ക് ഈ വെയ്റ്റ് കൂടുന്തോറും ഇത് കൂടുതൽ പ്രഷർ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് കൊടുക്കുകയും അപ്പോൾ അതിൻ്റെ ആസിഡ് സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫാഗസിലേക്ക് കയറാനുള്ള ചാൻസുകളും കൂടുന്നുണ്ട്. അപ്പോൾ അതും ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷനിൽ കാണപ്പെടുന്ന ഒന്നാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസ്, ചില മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഹെർണിയ, അതുപോലെ മറ്റ് ചില മെഡിക്കൽ കണ്ടീഷനുകളും അതുപോലെ പ്രഗ്നൻസി കണ്ടീഷനുകളും ഹൈപ്പർ അസിഡിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ആസിഡിൻ്റെ ലെവൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനുണ്ടാകുന്ന കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, രണ്ടാമത്തത് എന്തെങ്കിലും സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ, മൂന്നാമത്തത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, കൂടുതൽ എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷനിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ്സുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിലും
ഹൈപ്പോ ആസിഡിറ്റി കാണുന്നുണ്ട്. പിന്നെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഫുഡ് അലർജി അല്ലെങ്കിൽ ഫുഡിനോട് ഇൻടോളറൻസ് കാണിക്കുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനുകളിലും ഹൈപ്പോ ആസിഡിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് എൻറ്റാസിഡ്സ് കഴിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മെഡിക്കേഷൻസ് കഴിക്കുന്നവരിലും ഈ ആസിഡിൻ്റെ ലെവൽ കുറയുന്ന കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. ഇനി ഈ കണ്ടീഷൻസ് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഹൈപ്പർ അസിഡിറ്റിയിൽ നമുക്ക് കൂടുതലായിട്ടും ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇത് ഹൈപ്പർ അസിഡിറ്റി മൂലം ഉണ്ടാവുന്ന കണ്ടീഷൻസിനെ പൊളിച്ചു തേട്ടലോ അതുപോലെ നെഞ്ചരിച്ചലോ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, അതിൻ്റെ ജ്യൂസുകൾ കുടിക്കുന്നതെല്ലാം ഇതിന് വളരെയധികം നല്ലതായിരിക്കും. ബനാന ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇനി നമുക്കതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സ് അതിൻ്റെ ജ്യൂസുകൾ നമുക്കതിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാതിരിക്കാൻ പരമാവധി നോക്കുക. അതുപോലെ തന്നെ ടീ, കോഫി, അങ്ങനെയുള്ള ചായ, കാപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അതിന് പകരം നമുക്ക് ഇഞ്ചി കൊണ്ട് നമുക്ക് ഇഞ്ചി നീര് ആക്കി കുടിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ജീരകവെള്ളം അതിന് പകരമായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി ഹൈപ്പോ അസിഡിറ്റി ഉള്ള കണ്ടീഷനിൽ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുന്നത് ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ തക്കാളി തുടങ്ങിയവയെല്ലാം കഴിക്കാനായിട്ട് നോക്കുന്നത് ആസിഡ് കണ്ടൻറ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നത് ഈ കണ്ടീഷന് വളരെയധികം നല്ലതാണ്. അതുപോലെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, മോര് തുടങ്ങിയവ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഷ്ഗാർഡ് ജ്യൂസ് നമുക്ക് കുടിക്കുന്നത് നമ്മുടെ ഈ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് പുറമെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് കൂടുതൽ ഷുഗർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ പുറമെന്ന് കിട്ടുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള ഫുഡുകളെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പാലുൽപ്പന്നങ്ങളും കുറച്ച് നാളത്തേക്ക് ഒന്ന് കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഗ്രിൽഡ്, ഓയിൽഡ് ഫുഡുകളെല്ലാം കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഓട്സ് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം. മൈദ അതുപോലെ ഗോതമ്പ് തുടങ്ങിയവ കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഡയറ്റിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും നമുക്ക് എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുക. ഈ എക്സസൈസുകൾ വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളല്ല, ലൈറ്റ് എക്സസൈസുകളാണ്. നമ്മുടെ ശരീരത്തിനെയും അതുപോലെ തന്നെ മനസ്സിനെയും കാമാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ. അതോടൊപ്പം തന്നെ എന്തെങ്കിലും മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും കൂടെ എക്സ്ട്രാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് സ്ട്രെസ് കണ്ടൻറ്റുകളും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുവഴിയും നമുക്ക് ആസിഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്ത് നമുക്ക് കറക്റ്റ് രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ധൃതി പിടിച്ച് ഭക്ഷണം കഴിച്ച് ഓടിപ്പോകുന്നതിന് പകരം കൃത്യസമയത്ത് എന്തെങ്കിലും കുറച്ച് ഭക്ഷണങ്ങൾ ഇരുന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് തണുത്ത വെള്ളം സിപ്പായി കുടിക്കുന്നതും നല്ലതായിരിക്കും. ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് കൂടുതലായി ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ഇതുപോലത്തെ സിംറ്റംസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യനെ കാണാവുന്നതാണ്. എന്നിട്ട് ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധികളും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.